ഖുർആനിന് അതെ ഇസ്ലാമിന് രണ്ട് പീരീഡുകളുണ്ട്. ഒന്ന് മക്ക, ഒന്ന് മദീന. ഈ ഖുർആനിൽ രണ്ട് ഘട്ടങ്ങളിൽ ഇറങ്ങുന്ന ആയത്തുകളുണ്ട്. ഒന്ന് മക്കയിൽ ഇരിക്കുമ്പോൾ മുഹമ്മദും അതുപോലെ ഈ മുസ്ലിംസ് ന്യൂനപക്ഷമായിരിക്കുന്ന സമയത്ത് മക്കയിൽ ഇറങ്ങിയ ആയത്തുകളുണ്ട്. അത് ഒരുപാട് ഈ ആരാധനയുമായി റിലേറ്റഡ് ആയിരുന്നു. അതിൽ ഒരുപാട് മറ്റു സമൂഹത്തെ ഇത്തിരിയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതൊക്കെയാണുള്ളത്. പക്ഷേ മദീനയിലേക്ക് എത്തുമ്പോൾ പിന്നെ ഇസ്ലാമിന് ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നു. ഇസ്ലാം ഒരു മെജോറിറ്റിയായി മാറുന്നു. ആ സമയത്താണ് പിന്നെ ഈ ജിഹാദുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ഇസ്ലാം അവിടെയാണ് പിന്നെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. പിന്നെ ഈ മക്കയിലുള്ള ഒരുപാട് നല്ല ആയത്തുകൾ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതിൽ ഒരുപാടെണ്ണം റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഥവാ നെസ്ഖ് എന്ന് പറയും. നെസ്ഖ് ചെയ്തിട്ട് മദീനയിലുള്ള ആയത്തുകൾ ആണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കാഫിറിനെ വെറുക്കാനും അമുസ്ലിമിനോട് വെറുപ്പൊക്കെ പറയുന്ന ഒത്തിരി ആയത്തുകൾ ഇപ്പോഴും നെസ്ഖ് ചെയ്യാതെ അതുപോലെ തന്നെ അതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതാണ്. അപ്പം നെസ്ഖ് ചെയ്യാത്ത റീപ്ലേസ് ചെയ്യാത്ത ആയത്തുകൾ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് ഒരു ഇസ്ലാം പൊളിറ്റിക്സ് ആണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം. പിന്നെ വേറൊരു കാര്യം, ഇസ്ലാമിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഇപ്പോ ഇവിടെ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ സംസാരത്തിൽ ഒരു 7 തവണയോ 8 തവണ എന്റെ പേരെടുത്ത് പോലും പരാമർശിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന് എന്നോടുള്ള ഒരു വ്യക്തി വൈരാഗ്യമായിരിക്കാം, ഐ ഡോണ്ട് കെയർ. എനിവേ, ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ 4 ഭാഗങ്ങളായിട്ടുണ്ട്. ഒന്ന് ഇബാദാത്ത് എന്ന് പറയും. ഇബാദാത്ത് എന്ന് പറഞ്ഞാൽ ആരാധന, ഈ നിസ്കാരം, നോമ്പ്, ആ വിഷയങ്ങളിൽ ഒരു ബഹുസ്വരതയെ അക്കോമഡേറ്റ് ചെയ്യാത്ത ബാങ്ക് പോലെയുള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പിന്നെ അതുപോലെ വേറെ ഒന്നാണ് എന്താ പറയാ, മുആമലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രേഡ്, ആളുകളുമായിട്ടുള്ള എന്താ പറയാ ഇടപാടുകൾ, കച്ചവടം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഒന്നാണ് നിക്കാഹിലാണ് ഈ ത്വലാഖ് പോലെയുള്ള ട്രിപ്പിൾ ത്വലാഖ് പോലെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നത്. പിന്നെ അവസാനം വരുന്നത് ജിനായാത്ത് വൽ ഹുദൂദ്. ഓരോ ക്രൈമുകൾക്കും അതിനുള്ള കുറ്റങ്ങൾ, ആ ക്രൈമുകൾ ചെയ്താൽ ഇസ്ലാമിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് അതിന് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു 4 ഘട്ടങ്ങൾ എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഈ 4 പാർട്ടുകൾ അടങ്ങിയിട്ടാണുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാനൊരു മദ്രസയിൽ പഠിച്ച ആളല്ല. ഞാൻ മദ്രസയിൽ പഠിപ്പിക്കാൻ വേണ്ടി വാർത്തെടുക്കുന്ന ഒരു പുരോഹിത വർഗത്തെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ പഠിച്ച ആളാണ്. അപ്പൊ ഇവർ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഫതുഹുൽ മുഈൻ, അതുപോലെ മഹല്ലി, തുഫ, ഇങ്ങനത്തെ എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഈ 4 എണ്ണത്തിൽ അടിസ്ഥാനമായിട്ടുള്ളതാണ്. സോ ഇസ്ലാം എന്ന് പറയുന്നത് ഓരോ തെറ്റുകൾക്കും അതിന് വേണ്ട ക്രൈമുകൾ എന്തൊക്കെയാണ്, അത് വളരെ കൃത്യമായി പറയുന്ന ഒരു പൊളിറ്റിക്സ് ആണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് ഒരു ബഹുസ്വര സമൂഹത്തെ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ പറയുകയുണ്ടായി കാഫിറുകളെ ബഹുമാനിക്കുന്ന ഒരുപാട് ഹദീസുകൾ വന്നു, ആയത്തുകൾ വന്നു എന്നൊക്കെ. അതും ഞാനിപ്പോ ഓൾറെഡി പറയുകയുണ്ടായി. ഇസ്ലാമിന്റെ 2 കാലഘട്ടം, അതിന്റെ ഏത് കാലഘട്ടമാണ് എന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ കിട്ടും. മാത്രമല്ല, കാഫിർ എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരു കാഫിർ മാത്രമല്ല ഉള്ളത്. ഇസ്ലാമിൽ 4 കാഫിറുകളുണ്ട്. നമ്മൾ എപ്പോഴും വ്യക്തമാക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇസ്ലാമിൽ 4 കാഫിറുകളുണ്ട്. ഒന്ന് കാഫിറും മഹാരിബ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യേണ്ട കാഫിറുകൾ. പിന്നെ ഒന്ന് ദിമ്മിയായ കാഫിറുകൾ. ഈ ദിമ്മിയായ കാഫിറിന്റെ വിഷയമാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത്. ദിമ്മിയായ കാഫിർ എന്ന് പറഞ്ഞാൽ ജിസിയ കൊടുത്ത് ജീവിക്കുന്ന, ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കീഴിൽ ജീവിക്കുന്ന, അവർക്ക് ജിസിയ കൊടുത്ത് ജീവിക്കുന്ന കാഫിറുകൾ. അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. ഓഫ് കോഴ്സ് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അത് തന്നെയാണ് ഇസ്ലാമിന്റെ നിയമം. പക്ഷെ ആ ഒരു കാഫിറിനെ മാത്രമാണ് ഇവര് പൊതുവെ കാണിക്കാറ്. ഇതൊന്നും കോമൺ പീപ്പിളിന് അറിയില്ല. ഈ പുരോഹിത വർഗം ഈ മതത്തെ ബിസിനസ് ആക്കി കൊണ്ടു നടക്കാൻ വേണ്ടി ഇതിനെ ഒളിപ്പിച്ച് കടത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇത് എന്താ പറയാ, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു പ്രശ്നമില്ല, കോൺസ്റ്റിറ്റ്യൂഷന് ഒരു വിരുദ്ധമില്ല എന്നിവർ പറയുന്നുണ്ട്. ദെൻ ഐ ഹാവ് വൺ ക്വസ്റ്റ്യൻ. പിന്നെ എന്തിനാണ് ട്രിപ്പിൾ ത്വലാഖ് നിരോധിച്ചതിന്റെ ശേഷം പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ മതസ്ഥാപനങ്ങളിൽ മുത്തലാഖ് പഠിപ്പിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മളെല്ലാം ഇന്ത്യൻ സിറ്റിസൺ ആണ് എങ്കിൽ, ഇത് ഒരു ഡെമോക്രസിയെ അംഗീകരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് സമസ്തയും അല്ലെങ്കിൽ ഇങ്ങനത്തെ പുരോഹിത വർഗം മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് ട്രിപ്പിൾ ത്വലാഖ് പഠിപ്പിക്കുന്നത്? പിന്നെ എന്തിനാണ് ഈ ജിനായാത്ത് വൽ ഹുദൂദ്, ഓരോ തെറ്റുകൾക്കുള്ള ഓരോ ക്രൈമുകൾക്കുള്ള ശിക്ഷകൾ പിന്നെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? ഇതൊരു ഇന്ത്യൻ ഡെമോക്രസി ആയ ഒരു കൺട്രിയാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്, ഞങ്ങൾ ആരോടും എതിരല്ല എന്ന് പറയുകയും അതേ സമയത്ത് തന്നെ ഇവർ ഈ മതേതരത്വത്തിന്റെ പേരിൽ ചെയ്യുന്ന കപട മതേതരത്വം, അതിനെ സമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കോമൺ പീപ്പിളിന് അറിയില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മുസ്ലിമീങ്ങൾ മോസ്റ്റ് ഓഫ് ദം 95 or 98 ദേ ആർ ഇന്നസെന്റ്. ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന ഓരോ എന്താ പറയാ, ഈ മറച്ചു പിടിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു സംഭവം ഇനിയെങ്കിലും ലോകം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇവിടെ ആരൊക്കെ മരിച്ചു, ആരൊക്കെ എന്തൊക്കെ നേരിട്ടു എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. ആ ഒരു ചോദ്യത്തിൽ തന്നെ അതിന്റെ ഒരു ഇതുണ്ട്. ശരിക്കും നിങ്ങൾ
ബട്ട് ഞങ്ങൾ അത് ചെയ്തില്ല. ഓക്കെ, ആ ഒരു ധ്വനി ഉണ്ട് അവിടെ. എന്താണ് ഇസ്ലാമിന്റെ നിയമം? വമൻ ഇർത്തദ്ദഫഖ്തുലുഹു, ആരെങ്കിലും ഒരാൾ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയാൽ അവനെ കൊല്ലണ എന്നാണ് നിയമം. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇവിടെ പണ്ഡിതൻ പറയുകയുണ്ടായി, ഓൺലൈൻ ക്ലാസ്സിൽ പൊതുസമൂഹം വീക്ഷിച്ചതാണ് എന്താണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്ന്. അപ്പൊ ഈ അദ്ദേഹം പറയുന്നത് മദ്രസകളുടെ വിഷയം മാത്രമാണ്, മതപണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. ഇത് ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണ്. ഇത് ഈ കൊറോണയുടെ സമയത്ത് തന്നെ മദ്രസകളിൽ 12ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന്റെ ഒരു വീഡിയോ ആണ്. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതൊന്ന് വാട്സാപ്പിലേക്ക് ഇട്ടുവെന്ന് ഞങ്ങൾ ഇവിടെ കാണിക്കാൻ പറ്റും. ശ്രീ അസ്കർ ഒന്ന് വാട്സാപ്പിലേക്ക് അയച്ചു തന്നാൽ മതി. ഞാൻ ഇപ്പോൾ അയച്ചു തന്നേക്കാം. അപ്പൊ ഇതിൽ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, ജിനായാത്ത് വൽ ഹുദൂദ് എന്ന് പറയുന്ന ഓരോ തെറ്റുകൾക്കും അതിന്റെ ശിക്ഷകളും പരാമർശിക്കുന്ന പാഠഭാഗത്തിൽ ഒരു അധ്യാപകൻ വളരെ സിമ്പിളായി, ഇതൊക്കെ എക്സ് മുസ്ലിം ഇവിടെ മുമ്പ് കാണിച്ചു കൊടുത്തതാണ്. അപ്പൊ വളരെ സിമ്പിളായി അദ്ദേഹം പറയാണ് അവരുടെ തലയങ്ങ് അരിഞ്ഞു കളയണം. ഓക്കെ, അതാണ് അതിന്റെ നിയമം. അതാണ് നമ്മൾ പറയുന്നത്. ആ ഒരു പുരോഹിത ഇതിന്റെ വിക്ടിമാണ് എന്ന് തന്നെയാണ്, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ ആണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും കോമൺ പീപ്പിളിനെ പിടിച്ചു നിർത്താൻ വേണ്ടി പച്ചയായ കള്ളങ്ങൾ പറയുന്ന ആളുകൾ. പിന്നെ ഇപ്പോ രാധാകൃഷ്ണൻ സാർ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, സ്ത്രീകൾ കൃഷിയിടാണ്. അപ്പൊ അദ്ദേഹം അതിനെ ഒരു ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു വാദം നമ്മൾ കേട്ടു. എന്താണ് ആക്ച്വലി ആരിഫ് ഹുസൈൻ, എക്സ് മുസ്ലിം ആരിഫ് ഹുസൈൻ ഇവിടെ നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, ഓരോ ആയത്തുകൾക്കും അതിൻ്റെതായ കോണ്ടക്സ്റ്റുകളുണ്ട്. എല്ലാത്തിൻ്റെയും കോണ്ടക്സ്റ്റുകൾ മുസ്ലിം ലോകത്തിന് കിട്ടിയിട്ടില്ല എങ്കിലും ഓരോ ആയത്തുകൾ ഇറങ്ങാനുള്ള സബബുൻ നുസൂൽ എന്ന് പറയും. ആ കോണ്ടക്സ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ആയത്തിനെ വിശകലനം ചെയ്യേണ്ടത്. ഇനി അതിന്റെ ഒക്കെ അപ്പുറം നമുക്ക് ലോജിക്കലി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരു പുരുഷനോട് പറയാണ് നിന്റെ സ്ത്രീ നിനക്ക് കൃഷിയിടാണ് എന്ന്, നമുക്കറിയാലോ. അപ്പൊ ഇവര് പറയുന്നത് എന്താണ്? ഒരു പുരുഷൻ ഒരു കൃഷിയിടത്തെ എത്രത്തോളം മഹാത്മ്യത്തോടെ അല്ലെങ്കിൽ എത്രത്തോളം ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്, അതുപോലെയാണ് ഒരു പുരുഷൻ സ്ത്രീയെ കാണേണ്ടത് എന്ന മാനവികതയുടെ വലിയ സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത് എന്നാണ് ഇവര് തള്ളിമറിക്കുന്നത്. ദെൻ ഐ ഹാവ് വൺ ക്വസ്റ്റ്യൻ. ഒരു കൃഷിയിടത്തിൽ ആണുങ്ങൾ മാത്രമല്ലല്ലോ ഉണ്ടാകാറ്, സ്ത്രീകൾ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പൊ ഈ സ്ത്രീകളോട് പറയാലോ, നിങ്ങളുടെ ആണുങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കൃഷിയിടം പോലെയാണ് അല്ലേ? ഒരു കൃഷിയിടത്തിൽ ആണുങ്ങൾ മാത്രമാണോ കൃഷി ചെയ്യുന്നത്? അപ്പൊ അങ്ങനെയല്ലല്ലോ പറയുന്നത്. അപ്പൊ സ്ത്രീകളോടും പറയണ്ടേ, നിങ്ങളുടെ കൃഷിയിടാണ് ആണുങ്ങൾ, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ കൃഷിയിടത്തെ കാണുന്നത് അതുപോലെ നിങ്ങളും ഇതിനെ കാണുന്നില്ല. ഇതെല്ലാം ഒരുപാട് ജസ്റ്റിഫിക്കേഷൻ പുട്ടിയടിച്ച് ഇവരുടെ ബിസിനസ് നിലനിർത്തുവാനുള്ള പാവങ്ങളായ കോമൺ പീപ്പിളിനെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. എങ്ങാനും ഒരുത്തം പുറത്തു പോയാൽ അവനെ അങ്ങ് അറ്റാക്ക് ചെയ്ത് അവനെ വായടപ്പിക്കുവാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഇവരെ നടത്തും. ഇപ്പൊ എന്റെ വിഷയത്തിൽ തന്നെ എന്റെ ഫാമിലി മെമ്പേഴ്സിന് അല്ലെങ്കിൽ എന്നെ അവർക്കാണ് പോലീസ് കേസുള്ളത്, അവരാണ് ഇപ്പോ പെട്ടുകിടക്കുന്നത്, അവർക്കാണ് സാമൂഹികമായിട്ട് വിമർശനങ്ങൾ ഏൽക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, ഈ സമയത്ത് ഇവർ എന്റെ ഫാമിലിയെയും ആ വണ്ടിയിൽ ഈ സമസ്തക്കാരും ഈ പുരോഹിത വർഗവും ചെയ്തു കൂട്ടിയ പ്രഷറുകൾ, ഈവൻ എന്റെ സ്ഥാപനത്തിൽ നിന്നിറങ്ങി അതുപോലെ സമസ്തയുടെ പല അഡ്വക്കേറ്റുമാരും വിളിച്ചുകൊണ്ട്, അസ്കർ എന്റെ പ്രോഗ്രാം അവിടെ കൊല്ലത്തായിരുന്നു അന്ന്, അതിന്റെ ശേഷമാണ് ഈ വിവാദങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ അവിടെ തടങ്കലിൽ കൂട്ടിക്കൊണ്ടുവരണം, FIR എഴുതണം, ഇല്ല എങ്കിൽ പ്രശ്നമാകും. എന്റെ ബന്ധപ്പെട്ടു കഴിഞ്ഞ സ്ഥാപനത്തിൽ, അദ്ദേഹത്തിന് അറിയായിരുന്നു എനിക്ക് ഒരു സർട്ടിഫിക്കറ്റും ഇല്ല എന്നിട്ട് അദ്ദേഹം ഹയർ ചെയ്ത ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ പോലും വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇവനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കേസ് വരും. അപ്പൊ ഇവരുടെ ഈ ഒരു ബിസിനസ് ഇതിനെ നിലനിർത്താൻ വേണ്ടി ഇവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അത് നമ്മൾ ഇനിയെങ്കിലും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു, തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നു, എപ്പോഴൊക്കെ ഇസ്ലാമിനെ നമ്മൾ വിമർശിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഇവരെ കൊണ്ടുവരുന്ന ഒരു സാധനമാണ് മുസ്ലിമീങ്ങൾ. അവരെ ഇങ്ങനെ ചെയ്താൽ അത് മറ്റുള്ളവർക്ക് ഒരു അടിയാകും, അത് മറ്റുള്ളവർക്ക് ഒരു വലിയ മുതൽക്കൂട്ടാവും എന്നൊക്കെ. അത് ഇവരുടെ ഒരു നാടകമാണ്. നമ്മൾ പറയുന്നു മുസ്ലിമീങ്ങൾ ദേ ആർ ഇന്നസെന്റ്. അറിയാത്ത പാവങ്ങളായ മുസ്ലിമീങ്ങളെ, പാവങ്ങളായ വിശ്വാസികളെ ഇങ്ങനെ ഇല്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ഒരു പുരോഹിത വർഗമുണ്ട്. അവരുടെ കയ്യിലാണ് പൊളിറ്റീഷ്യൻസ്, വോട്ട് ബാങ്ക് സിസ്റ്റം കാരണം അവരുടെ കയ്യിലാണ് പൊളിറ്റീഷ്യൻസ്. അവരെ പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ കഴിയില്ല. നമ്മൾ പറയുന്നത് ഗവൺമെന്റ് മോണിറ്ററിംഗ് നടത്തണം. ട്രിപ്പിൾ തൊലാക്ക് നിരോധിച്ചതിന്റെ ശേഷവും പിന്നെ എന്തിനാണ് ഈ രാജ്യത്തിലെ സിറ്റിസൺസുകൾ പിന്നെ എന്തിനാണ് ട്രിപ്പിൾ തൊലാക്ക് പഠിക്കുന്നത്? എന്തിനാണ് പിന്നെയും ജിസിയ പഠിക്കുന്നത്? എന്തിനാണ് ഇവിടെ ഒരു നിയമവ്യവസ്ഥ ഉണ്ടാകുമ്പോൾ ഇസ്ലാമിന്റെ ജിനായാത്ത് എന്ന ഭാഗം പഠിക്കുന്നത് എന്തിനാണ്?
എന്ന് ഗവൺമെന്റ് മോണിറ്റർ ചെയ്യണം. ഇനി എന്നെ വിശ്വാസമില്ല എങ്കിൽ ഇവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികളെ റാൻഡംലി പിക്ക് ചെയ്തിട്ട് അവരോടൊന്ന് സംസാരിച്ച് നോക്കണം. എന്താണ് കാഫിർ, കാഫിർ എത്ര കാഫിറുകളുണ്ട് അവർ പറയട്ടെന്നേ. അവർ പറയുമ്പോൾ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടും. ഓക്കെ, അപ്പോൾ നടന്ന ഈ ഒരു സാധനം ഞാൻ അങ്ങോട്ട് വിട്ടേക്കാം. താങ്കൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് ഒരുപാട് വിമർശനങ്ങൾ വന്നു എന്നാണ്. നിങ്ങളുടെ ടെക്നിക്കൽ പ്രോബ്ലം ആണോ എന്തോ, അസ്കർ അലി പറഞ്ഞത് മുക്കാൽ ഭാഗവും ഞാൻ കേട്ടില്ല, ആരിഫ് ഹുസൈൻ പറഞ്ഞത് പലതും കേട്ടില്ല. ഞാനിങ്ങനെ ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, നിങ്ങളൊരു 3-4 ആളുകളെ അപ്പുറത്ത് കൊണ്ടുവന്നിരുത്തി ആവശ്യത്തിന് സമയം കൊടുത്ത് അവരുടെ കയ്യിലുള്ള വീഡിയോ ക്ലിപ്പ് കാണിക്കാനും ഒക്കെ സമയം കൊടുത്ത് ഇസ്ലാമിനെ ഇങ്ങനെ വിമർശനത്തിൻ്റെ മുമ്പിൽ നിർത്തുമ്പോൾ ഞാൻ ഒരൊറ്റയാളാണ് അതിന് മറുപടി പറയാനുള്ളത്. താങ്കൾക്ക് മാന്യമായി എനിക്ക് സമയം അനുവദിക്കണമെന്ന് ആദ്യം തന്നെ ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. ചെറിയ കുട്ടിയെ കണ്ടപ്പോൾ കാമം തോന്നി, ഞാൻ അതിലേക്ക് വരാം. കൃഷിയിടത്തെ വിമർശിച്ചത് ആരാ? ആരിഫ് ഹുസൈനാണ്. ആരിഫ് ഹുസൈൻ പറയുന്നത് എന്താ? പിൻഭാഗത്തിലൂടെയുള്ള ഭോഗത്തെക്കുറിച്ചുള്ള സംശയത്തിൻ്റെ സമയത്താണ് ഇങ്ങനെ ഒന്ന് വന്നത് എന്ന്. ആരിഫ് ഹുസൈൻ സ്വതന്ത്ര ചിന്തകനാണ്. എങ്ങനെയൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമോ, അത് മൃഗങ്ങളുമായിട്ട് ഏർപ്പെടണോ, ഏതൊക്കെ രീതിയിൽ തൻ്റെ ശരീരത്തിന് സുഖം കിട്ടുന്നുവോ അതൊക്കെ പറ്റുമെന്ന് വാദിക്കുന്ന സ്വതന്ത്ര ചിന്താഗതിക്കാരൻ വന്നിട്ട് ഇസ്ലാമിൽ സ്ത്രീയെ കൃഷിയിടമാണ്, ഇഷ്ടമുള്ള പോലെ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിമർശിക്കുന്നത് അല്പമെങ്കിലും നാണം തോന്നുന്നില്ലേ? ഇപ്പൊ പുതിയ ഒരു പോസ്റ്റ് കണ്ടു, ഇവരുടെ വലിയ ഒരു നേതാവിൻ്റെ, സ്വതന്ത്ര ചിന്ത നേതാവിൻ്റെ, ചെറിയ കുട്ടികളും അവരുടെയും സമ്മതമുണ്ടെങ്കിൽ ആകാം എന്ന് പറയുന്ന ഒരാൾ. എന്ന് മാത്രമല്ല, വീട്ടിലെ സഹോദരി, അമ്മ, ഇവരുടെയൊക്കെ അനുവാദമുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ബന്ധവും ആകാമെന്ന് വാദിക്കുന്ന ഒരു കൂട്ടർ വന്നിട്ട് കൃഷിയിടം എന്ന ഒരു ആലങ്കാരിക പ്രയോഗം നടത്തി. അതിനെയാണ് വിമർശിക്കുന്നത്. എന്നിട്ടോ ആരിഫ് ഹുസൈൻ പറഞ്ഞത് അത് കോണ്ടെക്സ്റ്റ് എടുക്കണം. അത് തന്നെയാണ് നമ്മുടെ അസ്കർ അലിയും പറഞ്ഞത്. അവതരിച്ച സന്ദർഭം ആരിഫ് ഹുസൈൻ പറയാം, പക്ഷെ അസ്കർ അലി ഇത് പറയാൻ പറ്റുമോ? 10-15 കൊല്ലം പഠിച്ചതല്ലേ. ഒരു ഖുർആനിന്റെ ആയത്തിന്റെ നിയമം അത് അവതരിച്ച പശ്ചാത്തലത്തിൽ നിന്നാണ് പഠിക്കേണ്ടത് എന്ന് അസ്കർ അലി ഏത് കിതാബിൽ നിന്നാണ് പഠിച്ചത്? എനിക്കൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ഹുദവി ആകാൻ വേണ്ടി ഒരുപാട് കൊല്ലം പഠിച്ച ആളല്ലേ. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലേ, തട്ടിക്കളയണമെന്നത്. ആ വീഡിയോ ക്ലിപ്പ് മുഴുവനായിട്ട് അതിൻ്റെ ബാക്കി ഭാഗം കൂടി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ കാണിക്കണം. താങ്കൾ വാട്സപ്പിൽ അയച്ചു തരാൻ പറഞ്ഞ് ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ആ വീഡിയോ ക്ലിപ്പിന്റെ ബാക്കി ഭാഗം കൂടി നിങ്ങൾ മുഴുവനായി പ്ലേ ചെയ്യ്. ഇവിടെ ആളുകൾ കേൾക്കട്ടെ ഏതർത്ഥത്തിലാണ്. ഇവിടെ മതം വിട്ട ഒരാളെ കൊല്ലണമെന്ന ഒരു മത നിയമം പറയുമ്പോൾ തന്നെ അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ജനാധിപത്യ രാജ്യത്തിരുന്നാണ്. ജനാധിപത്യ രാജ്യത്ത് ആർക്കെങ്കിലും ഒരു മതം വിട്ടവനെ കൊല്ലാനുള്ള അധികാരമുണ്ടെന്നാണോ ആ വീഡിയോ ക്ലിപ്പിൽ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്നുണ്ടോ എന്നാണ്. അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു, അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല, അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത്? അല്ല. ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എൻ്റെ മതം, ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ്, നരകത്തിൽ ഖാലിദാണ്. അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ, ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. വളരെ വ്യക്തമല്ലേ ആ പറയുന്നത്? ഒരു ഭരണാധികാരിക്ക് ആ ഭരണാധികാരിയുടെ കീഴിലുള്ള ഒരു പ്രജ എന്ന നിലയിൽ ഇസ്ലാം വിട്ടുപോകുന്നതിന് ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കാം. ആ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിൻ്റെ കാരണവുമുണ്ട്. ബുഖാരിയിലെ ഹദീസ് എടുത്ത് വായിക്കണം, അസ്കർ അലി വായിക്കണം. എന്താണ്? ഇസ്ലാം ഉപേക്ഷിക്കുക മാത്രമല്ല, വൽ മുഫാറഖത്തുൽ ജമാഅ, ആ സംഘത്തോട് ബന്ധം വേർപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരു ഇസ്ലാമിക ഭരണകൂടം നിലവിലുള്ള രാജ്യത്ത് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ പട്ടാളക്കാരൻ കൂടിയാണ്, ആ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമുള്ള ആളുകൂടിയാണ്.
ഒരു അമുസ്ലിം അങ്ങനല്ല. ഒരു ഇസ്ലാമിക രാജ്യത്തും അമുസ്ലിമിന് ജീവിക്കാം. ഈ നമ്മുടെ രാധാകൃഷ്ണൻ പറയുന്നത് കേട്ടാൽ തോന്നും അങ്ങ് മുഴുവനും അങ്ങ് വെട്ടിക്കൊന്ന് ഇല്ലാതാക്കി കളയണമെന്നാണ് ഖുർആൻ പറയുന്നത് എന്ന്. നിങ്ങൾ ഇവിടെ വായിച്ചല്ലോ, സൂറത്തു മാഇദയിൽ നിന്നൊരായത്ത് കൂട്ടുകാരാക്കാൻ പാടില്ല. അപ്പൊ താങ്കൾ എന്നോട് ചോദിക്കുക, നിങ്ങൾ ആരാ അത് പറയാനെന്ന്? പിന്നെ ഞാനല്ലാതെ നിങ്ങളാ പറയേണ്ടത്? ഒരു നിയമം പഠിച്ച ഒരാളുടെ അടുത്ത് ഒരു കേസുമായിട്ട് അല്ലെങ്കിൽ വേറൊരാൾ ഒരു സംശയം ചോദിക്കാൻ ചെല്ലുക. അപ്പൊ നിയമം വിദഗ്ധൻ പറയുന്നു ഇതങ്ങനല്ല. അപ്പൊ ചോദിക്കാൻ ചെന്നവൻ പറയാ അത് പറയാൻ താൻ ആരാടോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇദ്ദേഹമൊക്കെ വലിയ ഉന്നതമായ സ്ഥാനത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഈ വിഷയം 10-15 കൊല്ലം പഠിച്ച ഞാൻ, അഷ്കർ അലി അപ്പുറത്തുണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരെയും ഇരുത്തി നിങ്ങൾ ഒരു ഡിബേറ്റ് നടത്ത്, വായിക്കാം, കിതാബുകൾ വായിച്ചുകൊണ്ട് ഖുർആനും ഹദീസും വായിച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. താങ്കൾ തന്നെ മോഡറേറ്റർ ആയിട്ടിരിക്കൂ, എനിക്കൊരു വിരോധവും ഇല്ല. അപ്പോ 10-15 കൊല്ലം ഇത് പഠിക്കുകയും ഈ നാട്ടിൽ ഇത് പ്രസംഗിക്കുകയും ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരാളായ എന്നോട് ചോദിക്കുക ഞാൻ എന്താ മനസ്സിലാക്കിയതെന്ന് നിങ്ങൾ പറയാൻ ആരാണ് എന്ന്. എന്തൊരു കഷ്ടമാണ്. ഇസ്ലാമിന്റെ നിയമം പറയേണ്ടത് ഇസ്ലാമിക പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ അത് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ഇവിടെ കാണിച്ച വീഡിയോ ഒന്നുമില്ല അതിനകത്ത്. ഒരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ ആ ഭരണാധികാരി, ഇവിടെ രാമസിംഹനും അസ്കർ അലിയും ആരിഫ് ഹുസൈനും ഒന്നും ഇസ്ലാമിക രാജ്യത്തല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരാരും കൊല്ലപ്പെടാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. അഷ്കർ അലിയോട് ചോദിക്ക്, നിഹായ എന്ന് പറയുന്ന, മുഹ്നി മുഹ്താജ് എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ ഒന്നെടുത്ത് വായിക്കൂ. ഞാനൊന്ന് അഷ്കർ അലിയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്താം. ആ ഗ്രന്ഥങ്ങളിൽ ഉള്ളതെന്താ? ഒരു ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന അമുസ്ലിം ആണെങ്കിൽ പോലും ആ മുസ്ലിമിന്റെ അഭിമാനം, സ്വത്ത്, ജീവൻ ഇതൊക്കെ സംരക്ഷിക്കേണ്ടത് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. കിതാബിലുണ്ടോ അഷ്കർ അലി? ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടല്ലേ ഈ സമുദായത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരി, ജനം TV റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത ഞാൻ വായിക്കണോ? പാകിസ്ഥാനിലാണ്, 2 ദിവസം മുമ്പാണ്. പാകിസ്ഥാനില് ഒരു അമ്പലം തകർത്തു. പാകിസ്ഥാൻ ഏതാ? നിങ്ങളുടെ ഭാഷയിൽ ഒരു ഭീകരവാദ രാജ്യമാണ്. ആ രാജ്യത്ത് ഒരു അമ്പലം തകർത്തപ്പോൾ ആ അമ്പലം തകർത്ത കുറ്റവാളികളെ ശിക്ഷിച്ചു എന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ജനം TV-യാണ്. പാകിസ്ഥാനില് എത്രയോ ഇസ്ലാമിക രാജ്യങ്ങളിൽ അമ്പലങ്ങളുണ്ട്. 2 സിഖുകാരെ ഇന്നും കൊന്നിട്ടുണ്ട്. ഈ കാശ്മീരിൽ മുഴുവൻ ക്ഷേത്രങ്ങളും തകർത്തത് ഉസ്താദ് കാശ്മീരി ഫയൽ കണ്ടില്ലേ? ഒരാളുടെ ചർച്ചയ്ക്ക് പോലും ഇടപെടാതെ താങ്കൾ ഇത്ര സമയവും അവർക്ക് അനുവാദം കൊടുത്ത് അവർ പരമാവധി പറയട്ടെ എന്ന് പറഞ്ഞ് കേൾപ്പിച്ച താങ്കൾ ഞാനൊന്ന് പ്രതികരിക്കുമ്പോൾ ഇത്തരത്തിൽ ഇടപെടുന്നത് അസഹിഷ്ണുതയാണ്. നിങ്ങൾ എന്നെ കേൾക്കാൻ ഭയക്കുന്നു എന്നാണ് അതിന്റെ പറയുന്നതൊന്ന് കേൾക്കൂ. 2 പേരെ കൊന്നിട്ടുണ്ട്. 2 പേർ. അങ്ങനെ എത്ര കൊലപാതകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്? അങ്ങനെ എത്ര കൊലപാതകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് സാർ? നിങ്ങൾ എന്തേ അത് കേൾക്കാത്തത്, കാണാത്തത്? നിങ്ങൾ ഇസ്ലാം ചെയ്യുമ്പോൾ മാത്രമാണ് കാണുന്നത്. നിങ്ങൾ എത്ര കൊലപാതകങ്ങൾ ഇവിടെ. ഒരു 6 വയസ്സുള്ള കുട്ടി ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു പോലീസുകാരന്റെ മുമ്പിൽ കൈനീട്ടിയതിന്റെ പേരിൽ കഴുത്തു ഞെരിച്ചു കൊന്നിട്ടുണ്ട് സാർ. പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. നിങ്ങൾ ചർച്ച ചെയ്തോ അത്? ഇവിടെ ഒരു ഗുജറാത്തിലോ UP-യിലോ എവിടെയോ അവിടെ പുതിയ നിയമം പ്രഖ്യാപിച്ചു സാർ. എന്ത്? അവർണൻ സവർണന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല, 5000 രൂപ പിഴയടക്കണം, ചാട്ടവാറടി കൊള്ളണം. ഇവിടെ ഉണ്ട് സാർ അങ്ങനെ നിയമം. അലി അക്ബർ ഇരുന്ന് പറഞ്ഞില്ലേ രാമസിംഹനെ കൊന്നുകളഞ്ഞു എന്ന്? പഴയകാല ചരിത്രത്തിലേക്ക് പോയാൽ രാമസിംഹ ഈ കേരളത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് അതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അപ്പൊ നിങ്ങൾ ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടാൽ ഇസ്ലാമും മാത്രം ഇവിടെ കുഴപ്പം അല്ലെ? മതം വിട്ടതിന്റെ പേരിൽ കൊടിഞ്ഞി ഫൈസലിനെ വിദേശത്തേക്ക് പോകുന്നതിന്റെ നന്ന് രാവിലെ നേരം പരപര വെളുക്കുന്ന സമയത്ത് ആ മനുഷ്യനെ കൊന്നുകളഞ്ഞത് ആരാണ്? അങ്ങനെ ഇവിടെ കൊലപാതകങ്ങൾ പല രീതിയിൽ. ഒരു കൊലപാതകത്തെയും ന്യായീകരിക്കുന്നില്ല. അത്തരത്തിൽ കൊലപാതകം ചെയ്യാൻ ഇസ്ലാമിട്ട് പ്രേരിപ്പിക്കുന്നുമില്ല. അഷ്കർ അലി പറഞ്ഞില്ലേ ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അവനെ കൊല്ലണമെന്നാണുള്ളത് എന്ന്. എന്നിട്ട് അഷ്കർ അലി കൊടുത്ത വീഡിയോ ക്ലിപ്പിലുള്ള എന്തെന്താ? എല്ലാവരും കയറി അങ്ങോട്ട് വെട്ടിക്കൊല്ലണമെന്നാണോ? ഒരു ഇസ്ലാമിക ഭരണാധികാരി നടപ്പിലാക്കണം. ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതെന്തുകൊണ്ട്? അതിനും ന്യായമായ കാരണമുണ്ട്.
അത് ഈ മതം വിട്ടത് മാത്രമല്ല, മതത്തിലുള്ള ഞങ്ങള് നിസ്കരിച്ചില്ലെങ്കിലും കൊല്ലണമെന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്? അതിൻ്റെയൊക്കെ ഗൗരവം അത്രയുണ്ട് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ്. അപ്പൊ ചെറിയ കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ നാട്ടില് ഇവിടെ ജനാധിപത്യ രാജ്യമാണ്, ഇതൊരു മതരാജ്യമല്ല, അതുകൊണ്ട് തന്നെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം അഷ്കർ അലി ഒരു കിതാബ് എടുത്ത് കാണിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയില്ലേ? ആ വാർത്താ സമ്മേളനത്തിൽ അഷ്കർ അലി എടുത്ത് കാണിച്ച കിതാബിന്റെ മുകളിലും താഴെയും എഴുതിയിട്ടുണ്ട് ഇതൊരു ഇസ്ലാമിക രാജ്യത്തുള്ള നിയമമാണ് എന്ന്. എന്തേ അഷ്കർ അലി ഇത് വായിക്കാതിരുന്നത്? അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് വാരികളിൽ നിന്നു എടുത്തുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു, എന്നിട്ട് കൃഷിയിടം എന്ന് പറഞ്ഞതിനെ നിങ്ങൾ വലിയ ആക്ഷേപമായി കാണുകയാണ്. എന്നിട്ട് കൃഷിയിടത്തെ ആക്ഷേപമായി കാണുമ്പോൾ ഇവിടെ പഴയ കാലത്ത് നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകൾ അവരുടെ മാറൊന്നു മറക്കാൻ പാടുപെട്ടത് രാധാകൃഷ്ണൻ അറിയാത്തത് കൊണ്ടാണോ? ഇവിടെ ഇത് ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ അങ്ങനെ ഒരു ചർച്ചയല്ല ആഗ്രഹിച്ചത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അത് ഈ സമൂഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് വ്യക്തമായ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ പറയുന്ന സ്വാതന്ത്ര്യമല്ല. ആരിഫ് ഹുസൈൻ പറയുന്ന സ്വാതന്ത്ര്യം വേറെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സ്വാതന്ത്ര്യം വേറെയാണ്. ആ സ്വാതന്ത്ര്യമല്ല ഇസ്ലാം പറയുന്നത്. ഇസ്ലാം ഒരു പെണ്ണിന്, നിങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ സ്ത്രീ കൃഷിയിടമാണ് എന്ന്, എന്നിട്ട് നമ്മുടെ അഷ്കർ അലി ചോദിക്കുക, വലിയ ഒരു ചോദ്യം ചോദിച്ചെന്ത്, അങ്ങനെയാണെങ്കിൽ പുരുഷന്റെയും കൃഷിയിടമാണെന്ന് പറഞ്ഞൂടെ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ സംരക്ഷിക്കേണ്ടത്, ചെലവിന് കൊടുക്കേണ്ടത്, ഭക്ഷണം കൊടുക്കേണ്ടത്, മരുന്ന് വാങ്ങിക്കൊടുക്കേണ്ടത്, അങ്ങനെ ഒരു പുരുഷന്റെ, ഒരു സ്ത്രീയുടെ മുഴുവൻ സംരക്ഷണ ഉത്തരവാദിത്തവും പുരുഷനാണ്. അതുകൊണ്ട് പുരുഷന്റെ കൃഷിയിടമാണ് എന്ന് പറഞ്ഞത്, പുരുഷൻ അതിനെ സംരക്ഷിക്കണം, സ്ത്രീ മറിച്ച് പുരുഷനെ സംരക്ഷിക്കണമെന്ന ഒരു നിയമം ഇസ്ലാമിലില്ല. അഷ്കർ അലി ഓതിപ്പഠിക്കുമ്പോൾ ഓതിപ്പഠിക്കണം, കിതാബുകൾ വായിച്ചു പഠിക്കണം. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള വിവരക്കേടുകൾ നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ സ്ത്രീകൾ, ആരിഫ് ഹുസൈനൊക്കെ പറയുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യം ഏതു കോലത്തിലുമാകാം. ആ ഏതു കോലത്തിലുമാകുന്ന സ്വാതന്ത്ര്യത്തിന് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇവിടെ ലാസ്റ്റ് നിങ്ങൾ ചോദിച്ച ചോദ്യം, ഒരു സ്റ്റേജിലേക്ക് ഒരു പെൺകുട്ടി കയറിയപ്പോ കാമം തോന്നിയെന്ന് എന്നാരാ നിങ്ങളോട് പറഞ്ഞത്? ഉത്തരവാദിത്തപ്പെട്ടവർ കൊടുത്ത വാർത്താ സമ്മേളനത്തിൽ ലജ്ജ. അതാ ഞാൻ പറയുന്നത് സാർ, നിങ്ങൾ ഇങ്ങനെ ഇടപെടുന്നത് എന്താ? നിങ്ങൾ അനുവദിക്കാതെ ഇടപെടുന്നത് എന്താ? കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആളുകൾ ഇരിപ്പുണ്ടല്ലോ, നിങ്ങൾ ഇഷ്ടം പോലെ ആളുകൾ അപ്പുറത്തിരിപ്പുണ്ടല്ലോ, തോന്നിയതുപോലെ പറയാലോ. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. നിങ്ങൾ എന്തിനിടപെടുന്നു? ഇഷ്ടം പോലെ ആളുകൾ അപ്പുറത്ത്. ഞാൻ ഈ പറഞ്ഞതിനൊക്കെ ബദല് പറയാൻ തയ്യാറായിട്ടിരിക്കുന്നുണ്ടെന്ന ബോധ്യത്തോടെയാണ് ഞാനിത് പറയുന്നത്. പിന്നെ താങ്കൾ ഇതിനെ ഇടപെടണം? ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോ 12 വയസ്സുള്ള കുട്ടിയെ കണ്ടിട്ട് കാമം തോന്നി എന്നാണോ പറഞ്ഞത്? ലജ്ജ തോന്നി എന്നാണോ പറഞ്ഞത്? ലജ്ജയും കാമവും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? എന്നാൽ ഞങ്ങൾ പറയുന്നു ഇസ്ലാമിനൊരു നിയമമുണ്ട്, അത് ഏതൊരു മതത്തിനും ഒരു നിയമമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ശബരിമലയിൽ സ്ത്രീകൾ കയറാമെന്ന ഒരു ഉത്തരവ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചപ്പോൾ നിങ്ങളൊക്കെ തന്നെയല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? അവിടെയുള്ള ശാസ്താവിന്റെ എന്തോന്ന് നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് ബഹളം ഉണ്ടാക്കിയ ആളുകളാ? അത് നിങ്ങളുടെ മതത്തിന്റെ വിശ്വാസമാകാം, നിയമമാകാം, ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. അതൊരു മതത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ക്രൈസ്തവ മതത്തിൽ സ്ത്രീകൾ സഭയിൽ സംസാരിക്കരുതെന്ന് ബൈബിൾ വചനമുണ്ട്. അത് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. അതേപോലെ മുസ്ലിമീങ്ങളാകുന്ന ഞങ്ങൾക്ക് അന്യ സ്ത്രീകൾ, അന്യ പുരുഷന്മാരുടെ മുമ്പിൽ വന്ന് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നത് അനുവദിക്കപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ പണ്ഡിതൻ അത് കുട്ടിയെ അപമാനിച്ചു എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ വാർത്ത എടുക്കുന്നുണ്ട്. ആ കുട്ടിയെ അപമാനിച്ചിട്ടില്ല എന്നും ആ കുട്ടി ഇറങ്ങിപ്പോയ ആ സമയത്ത് അതിന്റെ സംഘാടകരെ ശകാരിക്കുകയായിരുന്നു എന്നൊക്കെ വാർത്ത കാണുന്ന ആർക്കും അറിയും. എന്തോ ആകട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം അതിന്റെ നിലപാട് കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിന്റെ ആശയം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രയാസം? ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്നാണോ താങ്കളുടെ വാദം? രാധാകൃഷ്ണന്റെ വാദം അതാണോ? ഒന്ന് നിങ്ങൾ തുറന്നു പറയൂ. നിങ്ങൾക്ക് ആചാരം നിങ്ങൾക്ക് ലംഘിക്കപ്പെടും. അതേപോലെ മതത്തിന് അതിൻ്റെതായ ചില ആചാരങ്ങളുണ്ട്. അത് ലംഘിക്കപ്പെടുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുക എന്നത് സ്വാഭാവികമാണ്. പിന്നെ പറയുന്നു ജനാധിപത്യ രാജ്യം. ഈ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് സാർ.
ഇവിടെ മതം അനുസരിച്ചും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ പണ്ഡിതന്റെ പേരിൽ കേസെടുത്തിട്ടില്ലേ? ഇനി കോടതി തീരുമാനിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ ഇസ്ലാമിനെ നിങ്ങൾ 3-4 ആളുകൾ അപ്പുറത്തിരുന്ന് ഇപ്പുറത്തൊരാളെ മാത്രം ഇരുത്തിയിട്ട് ഇങ്ങനെ മുഴുവനും വിളിച്ചു പറയുമ്പോൾ അതെല്ലാം ശരിയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. മറുപടി പറയാനുള്ള സമയക്കുറവാണ്. അതുപോലെ പലരും പറയുന്നത് കേൾക്കാത്തതാണ് എന്റെ പ്രശ്നമെന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് നമ്മളിവിടെ എപ്പോഴും സംസാരിക്കാറുള്ള വിഷയം. പ്രധാനമായിട്ട് ഇപ്പൊ ഇവിടെ ഈ പറയുന്ന സ്ത്രീയെ കൃഷിയിടത്തോട് ഉപമിച്ചത് അത് കയ്യോടെ പിടികൂടി, അത് സ്ത്രീയുടെ ഒരു ഉന്നതിയാണ് കാണിക്കാൻ വേണ്ടി എന്നൊക്കെ കൊണ്ടുവന്നത് കയ്യോടെ പിടികൂടി ഭിത്തിയിൽ ഒട്ടിച്ചപ്പോ അതിനു വേണ്ടിയിട്ട് ഉസ്താദ് ഇപ്പൊ ഇവിടെ കൈകാര്യം ചെയ്ത ഒരു രീതി എന്ന് പറയുന്നത് ഒരു മോറൽ ഹൈഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഫാലസി അവിടെ കൊണ്ടുവന്നത്. നിങ്ങൾക്കൊന്നും കിതാബില്ല, നിങ്ങൾ ഇടപെടരുത്, നിങ്ങൾ വലിയ കിതാബിന്റെ ആളുകൾ, ബാക്കിയുള്ളവരൊന്നും കിതാബില്ലാത്ത സ്വതന്ത്ര ചിന്തകർ, അതുകൊണ്ട് അമ്മയും പെങ്ങളെയൊക്കെ ഭോഗിച്ച് നടക്കുന്നവർ എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റുകൾ പാസ്സാക്കുമ്പോൾ അതിനുള്ള മറുപടി ഇവിടെ പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം അത്തരം കമന്റുകളൊക്കെ ചോദിക്കുന്നത് വിരോധാഭാസമാണ്. പണ്ഡിതൻ എന്ന രീതിയിൽ എന്നെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു. സംസാരിക്കട്ടെ, അദ്ദേഹത്തിന് അവസരം കൊടുത്തു. സമയം തരാമല്ലോ. ഇല്ല, അങ്ങയുടെ സമയത്തിൽ അദ്ദേഹം ഇടപെട്ടില്ല. ഞാൻ പറയുന്നത് ചോദിക്കേണ്ടത് എന്നോടാണ്. അദ്ദേഹം സംസാരിക്കട്ടെ. എന്നോടല്ലാതെ ഇസ്ലാം വിട്ടുപോയ ഒരാളോടല്ല ഇസ്ലാം ചോദിക്കേണ്ടത്. അതിനുള്ള മറുപടി ഇവിടെ പറഞ്ഞിരിക്കും. ഓക്കെ, ഉസ്താദ് 15 മിനിറ്റിലധികം സംസാരിച്ചു കഴിഞ്ഞു, ഒന്ന് സംസാരിക്കാതിരിക്കുക, ഇവിടെ അതിനുള്ള മറുപടി പറഞ്ഞിരിക്കും. ഉസ്താദുമാര് പേടിപ്പിച്ച് നിർത്തിയിരുന്ന ആ പള്ളിയിലെ കഥയൊക്കെ അങ്ങ് മാറ്റിവെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ഒരു മോറൽ ഹൈഗ്രൗണ്ട് ഒക്കെ ഇവിടെ വലിയ തോതിൽ എടുത്തു വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ വലിയ മോശക്കാര്, നമ്മൾ മാത്രം വലിയ സംഭവം, ഇസ്ലാമിന്റെ വക്താക്കൾ മാത്രമാണ് ബാക്കിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറയും. എനിക്ക് ഉസ്താദിനോട് പോലുള്ള ആളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളുടെ ഉമ്മാനെയും പെങ്ങളെയും മക്കളെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ അവരെ ബോധിക്കാതിരിക്കുന്നത് ഈ ഖുർആനിൽ എഴുതി വെച്ചത് കൊണ്ട് മാത്രമാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് എന്തോ തകരാറുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഖുർആൻ ഒന്നും പാലിക്കാതെ ഇവിടെ ജീവിക്കുന്ന ലോകത്ത് 25% പോലും ഇല്ലാത്ത ഈ മുസ്ലിം സമൂഹത്തെ അങ്ങ് മാറ്റി നിർത്തിയാൽ ഇവിടെ 75%-ലധികം ഇവിടെ മറ്റു മതക്കാരാണ്. നിങ്ങൾ അവരെങ്ങനെയാണ് ഇത് പാലിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. അപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പല തവണ സംസാരിച്ച് ഇവിടെ തേഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇത് എങ്ങനെയാണ് ഒരാള് ഇതുപോലെയുള്ള ലൈംഗിക വൈകൃതങ്ങളായാലും അതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ളതൊക്കെ ഇവിടെ അതിന്റെ വിദഗ്ധർ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇതുപോലുള്ള ഒരു ചർച്ചയിൽ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത് ആദ്യം ഒന്ന് ഒതുക്കി വെക്കുക. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതുപോലെ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ വാട്ടർ ബൗട്ടറി എന്ന് പറയുന്ന മറ്റൊരു അവിടെ അത് സംഭവിക്കുന്നു ഇവിടെ അത് സംഭവിക്കുന്നു, നിങ്ങൾ ഇസ്ലാമിലെ മാത്രം കാണുന്നു എന്ന് പറയുന്നത് മറ്റൊരു ന്യായവൈകല്യമാണ്. ഞാൻ ആദ്യമേ പറയുന്നു, ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനകത്തുള്ള പ്രശ്നങ്ങളാണ്. അത് സംസാരിക്കുമ്പോൾ അത് തന്നെ ചൂണ്ടിക്കാണിക്കും, അത് തന്നെ പറയും. അതിന് ഉത്തരമുണ്ടെങ്കിൽ അത് പറയുക. അതല്ലാതെ ഏതെങ്കിലും മറ്റു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിൽ നിന്ന് മെല്ലെ രക്ഷപ്പെടാന്നാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പർ ഒന്നും ഇവിടെ ഏൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചത് ഈ പറയുന്ന മതം വിട്ടവനെ കൊല്ലണമെന്ന നിയമം ഇവിടെ ക്ലിപ്പ് കാണിച്ചപ്പോൾ പറഞ്ഞു അത് ഇസ്ലാമിക രാജ്യത്ത് മാത്രം നടക്കുന്നതാണെന്ന്. ശരി, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ ഇവിടെ ഈ സ്റ്റേജിൽ നിന്നും ഈ പറയുന്ന പെൺകുട്ടിയെ ഇറക്കി വിട്ടു. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ അത് പറയുന്നു ഇസ്ലാമിൽ അങ്ങനെയാണ് നിയമമെന്ന്. അപ്പൊ ഒരു വശത്ത് ഇസ്ലാമിലെ നിയമം ഒരു ജനാധിപത്യ രാജ്യത്ത് നടപ്പിലാക്കുന്നു, അതേസമയം മറ്റു ചില നിയമങ്ങൾ ഇസ്ലാമിക രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങൾ അത് നടപ്പിലാക്കാതെ പോകുന്നു. അതായത് നമുക്ക് സാധിക്കുന്നത് നമ്മൾ നടപ്പിലാക്കും, പറ്റാത്തത് നടപ്പിലാക്കില്ല. ഇതല്ലേ അവിടെ നടക്കുന്നത്. ഇനി എല്ലാത്തിനുപരി ഇവിടെ പറഞ്ഞു വെച്ചു മതം വിട്ടവനെ കൊല്ലുന്നത് ഒരിക്കലും ഇതുപോലെ ഒന്നും സംഭവിക്കുന്ന കാര്യമല്ല, ഇതൊക്കെ വലിയ വലിയ എന്തോ വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ യൂസുഫ് അൽ കർലാവി എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു വെച്ചൊരു വാചകം തന്നെയുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇസ്ലാമിൽ ഈ പറയുന്ന റിദ്ദ നിയമം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, മതം വിട്ടവനെ കൊല്ലണം എന്ന നിയമം ഇസ്ലാമിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇസ്ലാം ഇന്ന് ലോകത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹം. ഇനി അദ്ദേഹം മഹാപണ്ഡിതനാണോ അതോ വെറും പണ്ഡിതനാണോ അതോ പണ്ഡിതനല്ലേ, ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. ഇനി അങ്ങനെ അദ്ദേഹം പറഞ്ഞ് തെറ്റാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നുണ്ടെങ്കിൽ ഉസ്താദ് നേരെ വണ്ടി പിടിച്ച് അവിടെ പോയിട്ട് അദ്ദേഹത്തെ തിരുത്തുക. അല്ലാതെ ഇവിടെ കിടന്നിട്ട് അങ്ങനെ നിയമമില്ല, ഇത് അവിടെയാണ് ഇവിടെയാണെന്നൊന്നും പറയലല്ല. ഇവിടെ മുഹമ്മദ് നബി മരിച്ച സമയത്ത്
മുഹമ്മദിന്റെ ചുറ്റും കൂടി നിന്നിരുന്ന ആളുകൾ ആദ്യം ചെയ്തത് എന്താണ്? മതത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു പോകുന്നു, ഇനി വേറെ പ്രവാചകന്മാരെ തപ്പി നടക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കാലത്ത് അറേബ്യൻ നാടുകളിൽ അത്തരം ഗോത്ര ആചാരങ്ങളൊക്കെ നിലനിന്നിരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ പ്രവാചകന്മാര് വെളിച്ചപ്പാടൊക്കെ വരിക എന്ന് പറയുന്നത് ഒരു നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. സ്വാഭാവികമായിട്ടും മുഹമ്മദ് മരിച്ചപ്പോ അടുത്ത പ്രവാചകനെ തപ്പി ആളുകൾ ഇറങ്ങി. അതിനുശേഷം പിന്നീട് അവിടെ കണ്ട എന്താണ്? അബൂബക്കറിന്റെ നേതൃത്വത്തിൽ റിദ്ദ വാർ എന്ന് പറയുന്ന ഒരു കൂട്ടം യുദ്ധങ്ങൾ തന്നെയാണ് അവിടെ നടന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? മതം വിട്ട ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷമാണ് ആളുകളെ പേടിപ്പിച്ച് ഇതിനകത്ത് നിർത്തിയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ പറയുന്ന മതം ഒരു രാഷ്ട്രീയ സംവിധാനമായിട്ട്, ഒരു സാമ്രാജ്യമായിട്ട് അത് വളർത്തി ഇന്ന് ഈ പറയുന്ന ഈ മലയാളം സംസാരിക്കുന്ന നമ്മുടെ നാട്ടിലേക്ക് പോലെ അത് കൊണ്ടുവന്ന് ഇത് വലിയ എന്തോ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് അതിനു വേണ്ടിയിട്ട് സ്ത്രീകളെ ഇതുപോലെ കൃഷിയിടത്തോട് ഉപമിക്കുന്നതൊക്കെ നമ്മളെടുത്ത് പൊളിച്ചിങ്ങനെ കാണിക്കുമ്പോൾ അതൊക്കെ എന്തോ വലിയ നന്മയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നത്. അപ്പൊ എനിക്ക് ആദ്യം ഉസ്താദിനോട് പറയാനുള്ളത്, ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടില്ലേ ഇത് ഈ പറയുന്ന ഉമ്മുൽ ഖുറ അറബി സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ മലയാളവും മറ്റു ഭാഷകളും ഉള്ള ഒരു സ്ഥാനത്ത് കൊണ്ടുവന്ന് വെച്ച് ഇതുപോലെ കടന്ന് കഷ്ടപ്പെട്ട് വ്യാഖ്യാനത്തിന്റെ കുഴപ്പമാണ്, കളിക്കുടുക്ക നിലവാരം പോലും ഇല്ലാത്ത ഇതുപോലെയുള്ള വ്യാഖ്യാനങ്ങളും കിതാബും ഒക്കെ വെച്ചുകൊണ്ട് എന്തിനാണ് ഈ മെനക്കെട്? ഇത് അറബി അറിയുന്ന ആളുകൾ അവിടെ ആചരിച്ചോട്ടെ, എന്തിനാണ് അത് ഇവിടെ കൊണ്ടുവരുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി വ്യാഖ്യാനങ്ങളുടെ കാര്യം പറയുമ്പോൾ അത് 1,900 വ്യാഖ്യാനങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പിടിക്കുക അതുമില്ല. നിങ്ങൾ തന്നെ 1072 ഗ്രൂപ്പുകളായിട്ട് ഇവിടെ കടന്ന് തമ്മിൽ തല്ലുന്നു. ഷിയ സുന്നി പ്രശ്നം നിങ്ങൾക്കറിയാം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് ഇതിൽ എവിടെയാണ് സമാധാനം? ഇസ്ലാമിൽ എവിടെയാണ് സമാധാനം? ഇസ്ലാമിൽ എവിടെയാണ് ഭീകരത? ആദ്യത്തെ 4 ഖലീഫമാരുള്ളതിൽ ഈ 4 ഖലീഫമാർ എങ്ങനെയാണ് മരിച്ചത്? ആദ്യത്തെ ഒരു ഖലീഫ മാത്രമാണ് സ്വാഭാവിക മരണം വരിച്ചത്. ബാക്കിയുള്ള 3 പേരും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. എങ്ങനെ? ആരാൽ കൊല്ലപ്പെട്ടു? പരസ്പരം വെട്ടിയും കുത്തിയും കൊന്നു. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ജൂതന്മാർ കൊന്നതൊന്നുമല്ല. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള കഥകൾ ഇതിനകത്ത് ഉള്ളത് ഒളിപ്പിച്ചു വെച്ചിട്ട് എത്ര കാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? അപ്പോ ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇസ്ലാമിൽ മതം വിട്ടവനെ കൊല്ലണം എന്ന നിയമമില്ല എന്നൊക്കെയാണ് നിങ്ങൾക്കുള്ള ഒരു വാദം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നേരെ വണ്ടി പിടിച്ചു പോയിട്ട് ഇതൊക്കെ വാദിക്കുന്ന ആളുകൾ കറങ്ങി നടപ്പുണ്ട്, വലിയ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ താങ്കളെ പോലെയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്, അവരെ പോയിട്ട് തിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇപ്പം തന്നെ നമ്മുടെ പണ്ഡിതൻ പറഞ്ഞെന്താ, ഞങ്ങളിതൊക്കെ കുട്ടികളെ പഠിപ്പിക്കും. ഏത് ഈ നിസ്കരിക്കാത്തവനെ പോലെ എന്തിനാണ്? അവരെ ഭയപ്പെടുത്തി നിർത്താനാണ് എന്നും ആ പണ്ഡിതൻ പറഞ്ഞു. അപ്പോൾ ഈ പാണ്ഡിത്യം കൂടിക്കഴിഞ്ഞാലുള്ള കുഴപ്പമായത്. ഈ 5 വയസ്സുള്ള 4 വയസ്സുള്ള കുട്ടിയോട് പറയുന്നു നമസ്കരിക്കാത്തവനെ കൊല്ലണം. എന്ത് പണ്ഡിതനാണ് താങ്കൾ? ഒരു എന്ത് ക്രൂരതയെന്ന് ആലോചിച്ച് നോക്കൂ. 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടിയോട് പറയുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് സാമാന്യ ബോധമുള്ള ഒരു വ്യക്തി അത് ചെയ്യുമോ? 10-25 വയസ്സുള്ള കുട്ടിയോടാണ് പറയുന്നത് ശരിയാണ്. 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടിയോടാണ് പറയുന്നത്. ആ 5 വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞത് യോനിയിലോ കുതത്തിലോ ലിംഗം പ്രവേശിച്ചാൽ ഒതു മുറിയും. 5 വയസ്സുള്ള കുട്ടിയോടാണ് പറയുന്നത്. മതം പറയുകയാണ്, മതം പഠിപ്പിക്കുകയാണ്. ചിലത് നമുക്ക് തുറന്ന് പറയേണ്ടി വരുന്നു. 5 വയസ്സുള്ള കുട്ടിക്ക് കുതത്തിലോ യോനിയിലോ ലിംഗം പ്രവേശിച്ചാൽ ഒതു മുറിയും. 5 വയസ്സുള്ള കുട്ടിക്ക് അതറിയാനുള്ള ജിജ്ഞാസയായി. പണ്ഡിത, ഒരു സമൂഹത്തിനെ ഇല്ലാതാക്കുന്നത് അങ്ങനെയാണ്, പെർവേർട്ടഡ് ആക്കുന്നത് അങ്ങനെയാണ്. ഒന്നുകിൽ ഇതിനെ സംസ്കരിച്ചിട്ട് പറയാൻ പഠിക്കണം. ഞങ്ങൾ പറയുന്ന വാദമുഖങ്ങൾ അത് മാത്രമാണ് ശരി, നിങ്ങളൊക്കെ തെറ്റാണ്, രാമസിംഹൻ തെറ്റാണ്, അല്ലെങ്കിൽ അയാൾ തെറ്റാണ്, ഞങ്ങൾ മാത്രം ശരി. ഞങ്ങളുടെ തലയിൽ ഒരു കിരീടമുണ്ട്. എന്തിൻ്റെയാണ്? ജ്ഞാനത്തിൻ്റെ കിരീടം വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഒരു പൊതുബോധത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ വയലുകൾ ഒന്ന് പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് കേൾക്കുന്നതെന്നും ഈ പണ്ഡിതൻ എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് നോക്കൂ. ഒരു പണ്ഡിതൻ പറയുകയാണ്, നിങ്ങൾ ഹിന്ദുക്കളായ ഡോക്ടർക്ക് മുമ്പിൽ നിങ്ങളുടെ സംഗതികൾ കാണിക്കരുത്. ഗർഭിണിയോടാ പറയുന്നത്. മുസ്ലിം ഡോക്ടറെ തേടി പോകണം. എന്തൊരു നല്ല മതമല്ലേ! ഒരു രോഗത്തിന് ചികിത്സയ്ക്ക് പോകുമ്പോൾ പോലും അതിൽ മതം പ്രഖ്യാപിക്കുന്ന ഈ പണ്ഡിതന്മാർ അന്നം കഴിക്കുമ്പോൾ പപ്പടത്തിൻ്റെ മുകളിൽ ഹലാൽ ഒട്ടിക്കുന്ന, പരിപ്പിൻ്റെ മുകളിൽ ഹലാൽ ഒട്ടിക്കുന്ന, അവർ പറയുന്നു ഇതാണ് സഹിഷ്ണുത. ഞങ്ങൾ ഭക്ഷിക്കുന്നത്, ഞങ്ങൾ സീൽ ചെയ്തത് നിങ്ങൾ കഴിച്ചാൽ മതി എന്ന് തിട്ടൂരം പിടിക്കുന്ന പണ്ഡിതന്മാർ, അവർ നമ്മളെ സമാധാനം പഠിപ്പിക്കുന്നു. ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാ? അദ്ദേഹം പറഞ്ഞു കുറേ കഥകൾ പറയാം, ഞങ്ങൾ പറയാം. ഇവിടെ മുഗളന്മാർ വന്ന് വെട്ടിക്കൊന്ന്, ആനയെ കൊണ്ട് ചവിട്ടിക്കൊന്ന ടിപ്പു സുൽത്താൻ വന്ന കഥകൾ ഉസ്താദിന് കേൾക്കണോ? ചരിത്രം ഉസ്താദ് നമ്മളെ പഠിപ്പിക്കരുത്. ചരിത്രം ഞങ്ങളും പഠിച്ചിട്ടുണ്ട്. ഹാരിസ് മദനി ഞങ്ങൾക്കും അറിയാം വായിക്കാൻ.
ഞങ്ങളും കേട്ട് തന്നെയാണ് വളരുന്നത്, ഞങ്ങളും വായിച്ച് തന്നെയാണ് വളരുന്നത്. നിങ്ങൾ പഠിപ്പിക്കുന്നത് മാത്രം പഠിച്ച് വളരാൻ അങ്ങനെ വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രാജ്യം സൃഷ്ടിക്കണം. നിങ്ങൾ അവിടെയൊക്കെ പോകുന്നത് എനിക്കറിയാം. ഇസ്ലാമിക സമൂഹം അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ക്ഷമിക്കുക, തലവെട്ടാതിരിക്കുക. അപ്പം ഇസ്ലാമിക രാജ്യം എന്നാണ് വരുന്നത്, എന്നിട്ട് വേണം തലവെട്ടാൻ. ഈ പറയുന്ന പ്രൊഫസറുടെ തലവെട്ടും, എൻ്റെ തലവെട്ടും, ഇദ്ദേഹത്തിൻ്റെ തലവെട്ടും, അസ്കറിൻ്റെ തലവെട്ടും. എന്തുകൊണ്ടാണ് ഇപ്പം ക്ഷമിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ ഭരണമല്ല ഇത്. ഞങ്ങളുടെ ഭരണമെന്ന് വന്നോട്ടെ. ആ ഇസ്ലാമിക ഭരണം ഞങ്ങൾക്കറിയാം. നിങ്ങൾ ആ ഇസ്ലാമിക ഭരണത്തെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഓരോരുത്തർ പറയുന്നത് 10 വർഷം കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഈ വെള്ളിയാഴ്ച ജുമുകളൊക്കെ എനിക്ക് തന്നാൽ ഞാൻ 10 വർഷം കൊണ്ട് ഈ കേരള രാജ്യത്തെ, ഈ കേരള സ്റ്റേറ്റിനെ ഞങ്ങൾ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ, അങ്ങനെ പ്രഖ്യാപിച്ചിട്ടും ഒരു കേസെടുക്കാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാകുന്നില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഭരണകൂടം ഇവർക്കെതിരെ ചലിക്കില്ല. PC ജോർജ് അറസ്റ്റ് ചെയ്യും, മുജാഹിദ് ബാലുശ്ശേരി അറസ്റ്റ് ചെയ്യില്ല, എന്നെ വേണമെങ്കിൽ നാളെ അറസ്റ്റ് ചെയ്യും മതം പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. ഈ പണ്ഡിതന്മാരെ അറസ്റ്റ് ചെയ്യില്ല, ഈ തോന്നിവാസം പറയുന്നവരെ അറസ്റ്റ് ചെയ്യില്ല, ഈ പെൺകുട്ടിയെ ആറ്റിയാ കിട്ടുന്നവരെ അറസ്റ്റ് ചെയ്യില്ല. ഇത് ഇന്ത്യ രാജ്യമാണ്, അവിടെ അത് പാടില്ല. എനിക്കൊരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു അറബി രാജ്യങ്ങളിലേക്ക് പോണ്ടേ? സുരേഷ് ജി, അങ്ങനെയല്ല വേണ്ടത്. എനിക്കിവിടെ എൻ്റെ നിയമം പാലിക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണെങ്കിൽ ഞാൻ അറബി രാജ്യത്തേക്ക് പോകണം. ഒരു അറബി രാജാവിൻ്റെ കീഴിൽ ഇസ്ലാമികമായിട്ട് ജീവിക്കാൻ പഠിക്കണം. അവിടെ പോയിട്ട് പെൺകുട്ടി പർദ്ദയിടട്ടെ, അല്ലെങ്കിൽ പെൺകുട്ടി സ്റ്റേജിൽ കയറാൻ പാടില്ല എന്ന് പറയട്ടെ. ഇന്ത്യ രാജ്യത്ത് പറഞ്ഞാൽ കേസെടുക്കണ്ടേ? കേസ് എൻ്റെ മകളോടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആളുടെ വലത്തെ ചെവിട് ഉണ്ടാവില്ലായിരുന്നു, കേൾക്കില്ലായിരുന്നു. പിന്നെ എൻ്റെ മകളോടാണ് പറഞ്ഞതെങ്കിൽ അത് ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക നട്ടല്, അവൾക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുന്നത്, അല്ല, പെൺകുട്ടിയുടെ മാനസികമായ തകർച്ച ഇവർ കാണുന്നില്ല. നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ. നാരീ പൂജ നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ. കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ദേവിയായി സങ്കല്പിച്ച് പൂജ നടത്തുന്ന ഭാരതത്തിൻ്റെ സംസ്കാരത്തിലാണ് ഒരു കുട്ടിയെ, 10-12 വയസ്സുള്ള കുട്ടിയെ, ആ കുട്ടിയെ പോലും പുറം കാണിക്കരുത്. ഭാര്യ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങ് പോറ്റിക്കോളാം, ഞങ്ങളുടെ കൃഷിയുടെ ആട് ഞങ്ങൾ നോക്കും. തിരിച്ച് ഭർത്താവ് ഒന്ന് തളർന്നു കിടന്നാൽ ആര് നോക്കും? പണ്ഡിത, ഈ ഭാര്യ നോക്കണ്ടേ? കാലം മാറിയിരിക്കുന്നു. ഇന്ന് ഭാര്യയും ജോലിക്ക് പോയിട്ടാണ് കുടുംബം കഴിഞ്ഞു കൂടുന്നത്. അല്ലാതെ പണ്ഡിതൻ പറയുന്ന പോലെ ഈ മെഞ്ഞാന്ന് ഒരു മോഡൽ കൊല്ലപ്പെട്ടു. ആ എന്തിനാ കൊല്ലപ്പെട്ടത്? ആ മോഡൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പണം ഭർത്താവിന് കൊടുക്കാത്തത് കൊണ്ട്. ഇതൊന്നും പണ്ഡിതൻ കാണുന്നില്ലേ? ഇവിടെ ഈ രാജ്യത്ത് എങ്ങനെയാ മനുഷ്യന് ജീവിക്കുന്നതെന്ന്? ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ആണും പെണ്ണും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ അതിന് അവകാശമുണ്ട്. ഈ പണ്ഡിതൻ പറയുന്നു അതില്ല, പാടില്ല. ഞങ്ങൾ പോറ്റുന്നിടത്ത് എൻ്റെ മക്കളെ ജോലിക്ക് വിട്ടപ്പോൾ ഇതേ സമുദായം ചോദിച്ചു, എന്തിനാണ് ജോലിക്ക് വിട്ടത്? ഞാൻ പറഞ്ഞു, ഞാൻ അവരെ അധ്വാനിച്ച് എൻ്റെ വിയർപ്പ് കൊണ്ട് പഠിപ്പിച്ച് വലുതാക്കിയത് ഒരുത്തൻ്റെ കൃഷിയിടമാവാനല്ല, സമൂഹത്തിൽ ജോലി ചെയ്ത് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു പൗരയാണ് എൻ്റെ മകൾ എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഈ പണ്ഡിതൻ പറയുന്നത് അങ്ങനെയല്ല. അവൾ വീട്ടിലിരിക്കട്ടെ, സാമ്പാറുണ്ടാക്കട്ടെ, നെയ്ച്ചോറുണ്ടാക്കട്ടെ, ഞങ്ങൾ കൊണ്ട് കൊടുത്തോളാം. പണ്ഡിതൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കേൾക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാവും. പണ്ഡിത, എന്താണ് നിങ്ങളുടെ സ്ത്രീ സങ്കല്പം, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്ത്രീകളെ നോക്കുന്നത് എന്ന് വ്യക്തമാവും. ആ വാക്കുകളിലെല്ലാം ഉണ്ട്. എന്നിട്ട് ഞങ്ങളുടെ മേത്ത് കുതിര കയറിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തകന് ജനങ്ങൾ, പണ്ടത്തെ കാലമല്ല, ഇപ്പം ഈ ആപ്പുകളുടെ കാലമാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നിങ്ങൾ എവിടെ മൂടിയാലെത്തും. ഈ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ എല്ലാ തോന്നിവാസങ്ങളും ഇറങ്ങി നടക്കുന്നുണ്ട്. പല ഉസ്താദുമാരും ഈ സ്വർഗത്തെ വിവരിച്ച ആ പറയുന്നത് മുന്നിലും പിന്നിൽ തുളയില്ലാത്ത ഹൂറികളെ കുറിച്ച് വർണ്ണിച്ച ആ വർണ്ണനകൾ മുഴുവനും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. ഉസ്താദെ, പണ്ഡിതൻ അതൊക്കെ ഒന്നും കാണുന്നില്ലേ? എങ്ങനെയാണ് ഇസ്ലാമിനെ വ്യാഖ്യാനിച്ച് ഈ പുറലോകത്തേക്ക് എത്തിക്കുന്നതെന്ന് പണ്ഡിതൻ കാണുന്നില്ല. ഓരോ വിഭാഗം എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, മദ്രസ പീഡനം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല, മദ്രസയിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുള്ളൂ ഇല്ല എന്ന് പറഞ്ഞു പഠിച്ച ഞങ്ങളെ നോക്കി, മുഖത്ത് നോക്കി പച്ച നുണ പറയുന്ന എന്താ പണ്ഡിതന്മാരോട് ഞങ്ങൾക്ക് എന്താ പറയുന്നത്, ഒരു രക്ഷയില്ല. ഞങ്ങൾ അങ്ങ് പറഞ്ഞ് മിണ്ടാതിരിക്കുകയാണ്. ഒന്നുകിൽ ആ സമൂഹത്തെ നന്നാക്കാൻ ശ്രമിക്കണം, അതല്ലെങ്കിൽ അവിടെ നിന്ന് പോകുന്നവരെ ജീവിക്കാൻ അനുവദിക്കണം.
അവരെ പുറകെ പോകരുത്, അവരെ കൊല്ലരുത്. ഇനി ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അങ്ങനെ ഇസ്ലാമിക രാജ്യത്തെ ഈ കൊലപാതകം നടത്തുന്ന രാജ്യത്ത് പോയി പഠിപ്പിച്ചാൽ മതി. ഇന്ത്യ മഹാരാജ്യത്ത് ഇത് പഠിപ്പിക്കാൻ പാടില്ല. അസ്കർ അലിയതിയാണ് പറഞ്ഞത്. ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് പഠിപ്പിക്കാനും ജീവിക്കാനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ ഭരണഘടന തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകണം.